രാഷ്ട്രീയ വിഷയമായി ഇപ്പോൾ പരിണമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇക്ബാൽ അറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ അറക്കൽ, CPM-ഉം DYFI-യും ഒക്കെ ഈ വിഷയം ഏറ്റെടുക്കുകയാണോ? ഇന്നലെ BJP-യുടെ പ്രതിഷേധം നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ CPM-ഉം ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയിട്ടുണ്ടല്ലേ? അതിനു മുമ്പ് നമുക്ക് DYFI നേതാവ് സനോജിന്റെ പ്രതികരണം കൂടി കേൾക്കാം ഈ വിഷയത്തിൽ. നടിയും മോഡലും മാധ്യമപ്രവർത്തകയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണല്ലോ റിയാൻ ജോർജ്. റിനിയുടെ വെളിപ്പെടുത്തൽ അത് അതീവ ഗൗരവമുള്ള ഒന്നാണ്. അപ്പോൾ റിനി ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ റിനിയെ സൈബറിടത്തിൽ വ്യാപകമായി ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ ആക്രമിക്കുന്ന പ്രൊഫൈലുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും വേണ്ടി എല്ലാ അർത്ഥത്തിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ പ്രൊഫൈലുകളാണ് റിനിക്കെതിരായിട്ടുള്ള ആക്രമണത്തിന് പിന്നിലുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ റിനി പക്ഷേ പേരൊന്നും പറഞ്ഞിരുന്നില്ല. അപ്പോൾ പേര് പറയാതെ തന്നെ ഇങ്ങനെ ഒരു ആരോപണം പറഞ്ഞപ്പോൾ എന്തിനാണ് കോൺഗ്രസിന്റെ സൈബർ കൂട്ടങ്ങൾ റിനിയെ ആക്രമിക്കുന്നത് എന്നാണ് മനസ്സിലാവാത്തത്. അപ്പോൾ DYFI സംബന്ധിച്ചിടത്തോളം റിനിക്ക് ശക്തമായ പിന്തുണ നൽകുകയാണ്. അങ്ങനെ ഏതെങ്കിലും സൈബർ കൂട്ടത്തിന്റെ ആക്രമണത്തിന്റെ ഭാഗമായിട്ട് ആരോപണങ്ങളിൽ നിന്ന് പിന്നോട്ട് പോവരുത്, നിയമപരമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം. അതിനെല്ലാ വിധത്തിലുള്ള സഹായങ്ങളും DYFI ഭാഗത്തു നിന്ന് റിനിയോട് ഞങ്ങൾ പറയുകയാണ്. മറ്റൊരു കാര്യം, ഈ പെൺകുട്ടി തനിക്കുണ്ടായിട്ടുള്ള ഈ ദുരനുഭവം സംബന്ധിച്ച് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനോടാണ് അതിന് പറയുന്നത്. അപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിലൊരു വോട്ടർ കൂടിയാണ്. അപ്പോൾ തൻ്റെ മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടി വന്നിട്ട് താൻ നേടേണ്ടി വന്ന ഒരു ദുരനുഭവം സംബന്ധിച്ച് പറയുകയും പരാതിപ്പെടുകയും ചെയ്തിട്ടും ആ പരാതി പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള ആ പറവൂർ MLA മറച്ചുവെച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഈ വേട്ടക്കാരന് കൂടെ നിന്നത്? അത് പ്രതിപക്ഷ നേതാവ് വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞല്ലോ, വളരെ കൃത്യമായിട്ട് ആ പെൺകുട്ടി പറയുന്നുണ്ട്, പ്രതിപക്ഷ നേതാവിനെ എനിക്ക് രക്ഷിതാവിനെ പോലെയാണ്, പിതൃതുല്യനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അടുപ്പമുണ്ട്. അപ്പോൾ അത്രയും അടുപ്പമുള്ള ഒരാൾ പറഞ്ഞിട്ടും ആ പെൺകുട്ടി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഈ ആരോപണം പറഞ്ഞതിന് ശേഷം അയാൾക്ക് ഒരുപാട് പദവികൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആരോപണത്തെ ഗൗരവത്തിലെടുക്കാതെ ആ പരാതി മുക്കുകയാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് ചെയ്തത്. പ്രതിപക്ഷ നേതാവ് ജനങ്ങളോട് ഇത് സംബന്ധിച്ച് വിശദീകരിക്കണം. മറ്റൊരു കാര്യമുള്ളത്, ഇപ്പം ചില പേരുകൾ കേന്ദ്രീകരിച്ചിട്ട് ഈ കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ അത്തരം പേരുകൾ പരാമർശിക്കപ്പെടുന്ന ആളുകൾ കാര്യങ്ങൾ വിശദീകരിക്കണം. അവരുടെ പ്രസ്ഥാനം, അവരുടെ പാർട്ടി അത് സംബന്ധിച്ച് ജനങ്ങളോട് വിശദീകരിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇതാണ് സനോജിന്റെ പ്രതികരണം. നമുക്കിപ്പം ഇക്ബാലുണ്ട്. ഇക്ബാൽ, ഇത് CPM-ഉം DYFI-യും ഒക്കെ ഈ വിഷയം ഏറ്റെടുക്കുകയാണോ ഇപ്പോൾ? അരുൺകുമാർ, തീർച്ചയായും പാലക്കാട്ടെ CPM-ഉം DYFI-യും BJP-യും എല്ലാം ഈ യുവനേതാവിനെതിരായിട്ടുള്ള പരാതിയിൽ കനത്ത പ്രതിഷേധങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് തീരുമാനം. CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്, ദുഷിച്ചു നാറിയ ഈ യുവനേതാവിനെ കുറിച്ച് CPM എന്ത് പറയാനാണ്, പക്ഷേ ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഇദ്ദേഹം നടത്തുന്ന ഇത്തരത്തിലുള്ള നടപടികൾ അത് അങ്ങേയറ്റം അപകടകരമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഇടപെടാൻ ആത്മാഭിമാനം ഉണ്ടെങ്കിൽ കോൺഗ്രസ് തയ്യാറാവണം എന്നുള്ളതാണ് CPM-ന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത്. ജനപ്രതിനിധി മുമ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നപ്പോൾ കോൺഗ്രസ് അവരെ MLA സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റിയിരുന്നത്. പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു സംഭവത്തിൽ എത്രയും പെട്ടെന്ന് പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ ഈ യുവനേതാവിനെ മാറ്റണം എന്നുള്ളതാണ് ഇപ്പോൾ CPM-ന്റെ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറയുന്നത്. യുവനേതാവ് എന്ന് ആവർത്തിച്ച് പറയാൻ കാരണം CPM ഇപ്പോഴും യുവനേതാവ് എന്ന രീതിയിൽ മാത്രമാണ് ഈ കാര്യം കൈകാര്യം ചെയ്യുന്നത്. പേര് പറയാൻ CPM-ഉം തയ്യാറാവുന്നില്ല. പക്ഷേ ഏതായാലും ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഒരു ഇടപെടൽ പാർട്ടി നടത്തണം, കോൺഗ്രസ് നടത്തണം. ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ഈ പറയുന്ന യുവനേതാവിനെ ആ സ്ഥാനങ്ങളിൽ നിന്നെല്ലാം മാറ്റണം. മാത്രമല്ല, ഇത്തരം ആളുകൾ നാടിന്റെ തലപ്പത്തേക്ക് വരുന്നത് കനത്ത ആപത്താണ് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ഇടപെടൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വേണം. CPM എന്തായാലും ഈ വിഷയത്തിൽ പ്രതിഷേധം നടത്തുമെന്നുള്ളതാണ് CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി അറിയിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഇന്ന് തന്നെ DYFI-യുടെ നേതൃത്വത്തിലായിരിക്കും ഈ പറയുന്ന വ്യക്തിയുടെ ഓഫീസിലേക്ക് മാർച്ച് ഉണ്ടാവുക എന്നുള്ളതാണ് CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് CPM-ന്റെ നേതൃത്വത്തിലും പ്രതിഷേധമുണ്ടാവും. ഏതായാലും ഈ യുവനേതാവിനെ മാറ്റുന്നതുവരെ, ഈ സ്ഥാനങ്ങളിൽ നിന്നെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ടുള്ള സ്ഥാനങ്ങളിൽ നിന്നെല്ലാം മാറ്റുന്നതുവരെ CPM-ന്റെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് CPM-ന്റെയും DYFI-യുടെയും എല്ലാം ഒരു തീരുമാനം എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ യുവനേതാവിനെതിരെ നിരന്തരം ആരോപണം വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആളുകളെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നു. അതിനോടൊപ്പം തന്നെ ഈ യുവനേതാവുമായി ആത്മബന്ധം പുലർത്തുന്ന ആളുകൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ഗോഡ് ഫാദർമാർക്കെതിരെയും CPM ചൂണ്ടുവിരൽ ഉയർത്തുന്നുണ്ട്. അവരെല്ലാം ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഇടപെടണം. മൗനം പാലിക്കുന്നത് ഇനിയെങ്കിലും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒഴിവാക്കണമെന്നുള്ളതാണ് CPIM-ന്റെ നിലപാട്. അരുൺകുമാർ, തീർച്ചയായിട്ടും ഞാൻ നമ്മുടെ റോഷി പാലിലേക്ക്